ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് അവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ എവിടേക്കാണെങ്കിൽ പൊയ്ക്കോ. എന്റെ അനിയത്തോട് പറയുന്ന പോലെ ഞാൻ പറയുക, അപകടത്തിൽ ചെന്ന് ചാടരുത്. അയ്യോ അങ്ങളെ, അങ്ങളെ റിലാക്സ് ആയി. അച്ഛാ ഇതുകൂടി കഴിക്കേ, ഇത് കുടിക്കേ. അച്ഛാ, അച്ഛന് BP കൂടുതലാ, ചിലപ്പോ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. അർച്ചനയും മോളും തിരിച്ചു വരുമോ മക്കളെ? മനസ്സൊന്ന് ശാന്തമാകുമ്പോ അർച്ചന വരും, അല്ലാതെ അവൾ എവിടെ പോവാനാ? അനക്കെ ഞാനിപ്പോ വരാം. അച്ഛനെ ഒന്ന് നോക്കിക്കോണേ. അങ്കിളെ, ഇറങ്ങിപ്പോടാ, എന്റെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോരുത്. പോടാ, ചതിയനാ നീ. സച്ചി, സച്ചി എങ്ങോട്ടാ പോകുന്നത്? തെറ്റെന്റെ ഭാഗത്താ. പറയേണ്ട സമയത്ത് ഞാൻ അർച്ചനയോടൊന്നും പറഞ്ഞില്ല. ആ തെറ്റെനിക്ക് തിരുത്തണം. ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നേ. എങ്ങനെയെങ്കിലും എനിക്ക് അർച്ചനെ കണ്ടുപിടിക്കണം. സച്ചി, ധനുഷും നന്ദേട്ടനും ഇപ്പൊ തന്നെ പോലീസിലെ വിവരം അറിയിച്ചു കാണും. അർച്ചനെ അവര് കണ്ടുപിടിച്ചുകൊണ്ട് വരും. സച്ചി ഇപ്പൊ എങ്ങോട്ടും പോരുത്. അച്ഛന് BP നല്ലതുപോലെ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ല സന്ധ്യേച്ചി, ഞാനിങ്ങനെ ഇവിടെ നിന്നാ അച്ഛൻ അസുഖം കൂടുകയുള്ളൂ. എനിക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. അന്വേഷിച്ചു പോയവരുടെ എന്തെങ്കിലും ഒരു വിവരം കിട്ടട്ടെ. അച്ഛന്റെ കാര്യം അങ്ങനെയല്ല, വളരെ സീരിയസാ. ഏത് സമയത്തും കണ്ടീഷൻ വഷളാകാനുള്ള ചാൻസ് ഉണ്ട്. ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായേ പറ്റൂ. സച്ചി വിഷമിക്കണ്ട, അർച്ചനയും കുഞ്ഞിനെയും നന്ദേട്ടും കൊണ്ടുവരും. വീട്ടിൽ നിന്ന് ഭർത്താവുമായിട്ട് പിണങ്ങി ഇറങ്ങിയതാണല്ലേ? ആര് പറഞ്ഞു? എനിക്കങ്ങനെ തോന്നി. ഇതുപോലൊരു അനിയത്തി എനിക്കുണ്ടേ. ഭർത്താവിനോട് പിണങ്ങുമ്പോ അവള് ഇതുപോലെ കുഞ്ഞിനെ എടുത്തോണ്ട് വരും. നിങ്ങളെ കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അതെ,
ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. വാ ചേട്ടാ, ഈ ഫോട്ടോയിൽ ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. നമുക്ക് വേറെ എവിടെയും നോക്കാം. ആ ശരി ചേട്ടാ. ആ ഇനി എങ്ങോട്ട് പോകാനാ ഉദ്ദേശം? സ്വന്തം വീട്ടിലേക്കാണോ? അല്ല, പിന്നെ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടെങ്കിലും പോണം. ആരും അന്വേഷിച്ചു വരാത്ത ദൂരെ എങ്ങോട്ടെങ്കിലും. പെങ്ങളെ, നിങ്ങൾ എന്തായി പറയുന്നത്? നേരെ സന്ധ്യയാകാൻ പോകുന്ന കണ്ടില്ലേ? ഈ നേരത്തെ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടെന്നറിയാതെ എവിടെ പോകാനാ? വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. ഭർത്താവിനോടുള്ള പിണക്കമൊക്കെ പറഞ്ഞു തീർക്കാവുന്നുള്ളല്ലേ ഉള്ളൂ. ഞാൻ ഇനി തിരികെ അങ്ങോട്ടേക്കില്ല. നിങ്ങൾ എന്നെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൊണ്ടുവിട്ടാൽ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഈ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ എവിടെ എത്തത്തില്ല. പുറം ലോകം നിങ്ങൾ കാണുന്ന പോലെ അത്ര സുരക്ഷിതമൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. ഏത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. പിന്നെ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. ചുറ്റിലുള്ള മനുഷ്യരെല്ലാവരും ചതിയന്മാരും വഞ്ചകന്മാരും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ വിചാരിച്ച പോലെ അല്ല, ധൈര്യമുള്ളവളാ. നിങ്ങൾ പൊയ്ക്കോളൂ, ഇവിടെ നിർത്തണ്ട. അനിയത്തി, വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ഇതുപോലെ മനസ്സ് വിഷമിച്ചു വരുന്ന ഒരുപാട് സഹോദരികളെ സഹായിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. ഒറ്റയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും അപകടത്തിൽ ചാടാതെ വിശ്വസിച്ച് പോകാൻ പറ്റിയ ഒരിടമാണ്. ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേട്ടാ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തന്നെ പോവാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരുപാട് നേരമായില്ലേ? അവരുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ബോംബെയിലോ ബാംഗ്ലൂരിലോ അവരെവിടെ വേണമെങ്കിലും നിങ്ങളെ കൊണ്ടെത്തിച്ചേരും. വേണമെങ്കിൽ ജോലിയും തരും. ഇന്ന് അവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ എവിടേക്കാണെങ്കിലും പൊയ്ക്കോ. എന്റെ അനിയത്തോട് പറയുന്ന പോലെ ഞാൻ പറയുക, അപകടത്തിൽ ചെന്ന് ചാടരുത്. ഞാനില്ലാന്ന് കരുതി സമയത്തിന് മരുന്നൊന്നും കഴിക്കാതിരിക്കില്ലേ?